ദാവേലിപൂർ എന്ന് പേരുള്ള ഒരു ഗ്രാമമുണ്ടായിരുന്നു. അവിടെ വളരെ രുചികരമായ ദാബേലി ലഭിക്കും. ഒരുപാട് ദൂരെ നിന്നും ജനങ്ങൾ ഇവിടെ ദാബേലി കഴിക്കാനായി മാത്രം വരുമായിരുന്നു. ദാബേലിപൂരിൽ ദാബേലി ഒരുപാട് പേര് വ്യാപാരം ചെയ്തു. പക്ഷെ വളരെ വലിയ തോതിൽ ദാബേലി അഖിലിന്റെ കടയിലാണ് വിൽക്കപ്പെടുന്നത്. ഒരു ഫോറിനർ അഖിലിന്റെ അടുത്തേക്ക് വന്നു. ഹായ്, അമേരിക്കയിലെ പോലും നിങ്ങളുടെ ദാബേലിനെ പറ്റി വളരെ ഫേമസ് ആയിരുന്നു. അതുകൊണ്ടാണ് നിങ്ങളുടെ കടയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ദാബേലി കഴിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇന്ത്യയിലേക്ക് വന്നിരിക്കുന്നത്. സത്യമാണോ? ഞാൻ എന്താ വിചാരിച്ചു വെച്ചാൽ ഇന്ത്യയിൽ മാത്രമാണ് എന്റെ ദാബേലി ഫേമസ് എന്ന് വിചാരിച്ചു. പക്ഷേ ഫോറിനിലും ഫേമസ് ആണോ? ഞാനിത് ആലോചിച്ചിട്ടേ ഇല്ല. വെയിറ്റ് ചെയ്യൂ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ഒരു ദാബേലി ഉണ്ടാക്കിക്കൊണ്ടുവരാം. ബൈ ദ വേ, എന്റെ പേര് ജോസഫ്. ശരി, എന്റെ പേര് അഖിലാണ്. അഖിൽ ജോസഫിന് വേണ്ടി ദാബേലി ചെയ്തു. അത് അദ്ദേഹത്തിന്റെ കയ്യിൽ നൽകി. ജോസഫ് ആ ദാബേലി കഴിച്ചതും തന്നെ അദ്ദേഹം എന്തു പറഞ്ഞെന്നാൽ, വാവ്, അത്ഭുതമായ ദാബേലി. ഇത് കഴിച്ച ഉടനെ വളരെ സന്തോഷമായിട്ടുണ്ട്. ഞാൻ കുറച്ച് ദിവസത്തേക്ക് ഇവിടെയാണ് താമസിക്കാൻ പോകുന്നത്. ഞാൻ ഇവിടെ താമസിക്കുന്നവരെ ദിവസവും നിങ്ങൾ കൈകൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഈ ദാബേലിയാണ് കഴിക്കാൻ പോകുന്നത്. തീർച്ചയായിട്ടും വരൂ, ഞാൻ ദിവസവും നിങ്ങൾക്ക് വേണ്ടി നല്ല രുചിയുള്ള ദാബേലി ഉണ്ടാക്കി തന്നേക്കാം. നിങ്ങളും ദിവസം ഒന്ന് കഴിച്ചോളൂ. അഖിലും ജോസഫും സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ മറ്റൊരു വശത്തെ ജോലുവും ബോലുവും അവർക്കിടയിൽ സംസാരിച്ചുകൊണ്ടിരുന്നു. ബോലുവും ജോലുവും ആ ഗ്രാമത്തിൽ ദാബേലി വ്യാപാരം ചെയ്തുകൊണ്ടിരുന്നു. എടാ ജോളു, ഇപ്പൊ ഒന്നും വ്യാപാരം നടക്കുന്നില്ലല്ലോ. വ്യാപാരമൊക്കെ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ വീണ്ടും മോഷ്ടിക്കുന്ന പണി തുടങ്ങണമെന്ന് തോന്നുന്നു. ഇതിനെല്ലാത്തിനും കാരണം അഖിൽ തന്നെയാണ്. അവന്റെ അച്ഛനൊക്കെ നമ്മുടെ അച്ഛനാണ് ദാബേലി ചെയ്യാനെല്ലാം പഠിപ്പിച്ചു കൊടുത്തത്. പക്ഷെ ഇപ്പൊ കണ്ടില്ലേ അവൻ എത്ര പണമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നെന്ന്. ഞാൻ സത്യം പറയാ, അവന്റെ വളർച്ച കാണുമ്പോൾ എനിക്ക് വല്ലാതെ അസൂയ തോന്നുന്നു. എന്തെങ്കിലും നമ്മൾ ചെയ്യണം ചേട്ടാ, ഇല്ലെങ്കിലേ നമ്മൾ വീണ്ടും മോഷ്ടിക്കാൻ തന്നെ പോവേണ്ടി വരും. മനസ്സിലായോ? നീ പറയുന്നത് സത്യം തന്നെയാണ്. അവൻ എന്തായാലും നമ്മൾ പാഠം പഠിപ്പിച്ചേ പറ്റുള്ളൂ. അവന്റെ കട കത്തിച്ചിട്ട് നമ്മളെ നശിപ്പിച്ചേക്കണം. ശരി, അതൊക്കെ നമ്മൾ ഒരു പ്രശ്നമില്ലാതെ അങ്ങ് ഉണ്ടേക്കാം. വളരെ ശ്രദ്ധയോടെ ഉണ്ടാവണം. രാത്രി 12 മണിക്ക് നമ്മൾ അങ്ങോട്ട് പോയേക്കണം. ശരി. ബോലുവും ജോലുവും അഖിലിന്റെ കട നശിപ്പിക്കാനുള്ള പദ്ധതി ഉണ്ടാക്കാൻ തുടങ്ങി. പിന്നെ സമയം രാത്രി 12 ആയതും തന്നെ ബോലു അഖിലിന്റെ കടയുടെ അടുത്ത് പെട്രോളും തീപ്പെട്ടിയും എടുത്തുകൊണ്ട് വന്നെത്തി. പക്ഷെ അവിടെ ജോലു വരാൻ സമയം പിടിച്ചു. കാരണം അവൻ വരുന്ന വഴിയിൽ ജോസഫ് വരുന്നത് അവൻ കണ്ടു. ജോലു അദ്ദേഹത്തെ കണ്ടിട്ട് മനസ്സിൽ എന്ത് വിചാരിച്ചെന്നാൽ, എടാ സായിപ്പേ, ഇവൻ നല്ല സ്വർണ്ണ വാച്ചാണല്ലോ കെട്ടിവെച്ചിരിക്കുന്നത്. പിന്നെ തീർച്ചയായിട്ടും ഇവന്റെ പോക്കറ്റിൽ കുറെ പണവും ഉണ്ടാവും. ഒരു പക്ഷേ ഞാൻ ഇവന്റെ അടുത്ത് മോഷ്ടിച്ചാലേ ഞാൻ ദാബേലി ഉണ്ടാക്കുന്ന വ്യാപാരത്തിനെക്കാട്ട് നല്ല ഭയണം ഉണ്ടാവും. എന്നാ അങ്ങനെ തന്നെ അങ്ങ് ചെയ്തേക്കാം. ജോസഫ് റോട്ടിൽ നടന്നു പോയിക്കൊണ്ടിരുന്നപ്പോൾ ജോലു പുറകിൽ നിന്നും വന്ന് തടി കൊണ്ട് അദ്ദേഹത്തിന്റെ തലയിൽ അടിച്ചു. അത് കാരണം അദ്ദേഹം മയങ്ങി വീണു. ജോലു ജോസഫിന്റെ സ്വർണ്ണ വാച്ച് മോഷ്ടിച്ചു. എന്നിട്ട് അഖിലിന്റെ കടയിലേക്ക് എത്തി. അവിടെ ബോലു അവന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു. ബോലു ജോലുവിനെ നോക്കിയിട്ട് എന്തു പറഞ്ഞെന്നാൽ, നീ ഇത്ര നേരം എങ്ങോട്ടാ പോയത്? കറക്റ്റായിട്ട് 12 മണിക്ക് എന്നോട് ഇങ്ങോട്ട് വരാൻ പറഞ്ഞതല്ലേ? സമയം 12:30. നീ ഈ അരമണിക്കൂറായിട്ട് എന്താണ് ചെയ്തോണ്ടിരുന്നത്? ജോലു തന്റെ പോക്കറ്റിൽ നിന്നും സ്വർണ്ണ വാച്ച് എടുത്തിട്ട് എന്തു പറഞ്ഞെന്നാൽ, ഇത് കണ്ടോ ചേട്ടാ, ഇത് സ്വർണ്ണ വാച്ചാണ്. തെറ്റായിട്ടുള്ള പണി തുടങ്ങണമെന്ന് വെച്ചാലേ അത് ശരിയായിട്ട് ഒരു തെറ്റില്ലാതെ അങ്ങ് ചെയ്തേക്കണം. എന്താ ഞാൻ പറഞ്ഞത് ശരിയല്ലേ? ശരി ശരി, വാ വേഗം വന്നിട്ടേ കടന്റെ മേലെ എണ്ണ അങ്ങ് ഒഴിച്ചേക്ക്. ഞാൻ തീ വെച്ചേക്കാം. ജോലു ആ കട മുഴുവൻ പെട്രോൾ എടുത്ത് ഒഴിച്ചു. പിന്നെ ബോലു മാച്ചസ് കത്തിച്ചു. എന്നിട്ട് അത് അദ്ദേഹത്തിന്റെ കടയിലേക്ക് വലിച്ചെറിഞ്ഞു. ആ കടയിൽ തീ കത്തിപ്പിടിച്ചു. അതിനുശേഷം ഉടൻ തന്നെ അവരവിടെ നിന്നും ഓടിപ്പോയി. കട മൊത്തത്തിൽ കത്തി ചാമ്പലായി. ദാബേലി ചെയ്യുന്ന വസ്തുക്കൾ മുതൽ ദാബേലി ഉണ്ടാക്കുന്ന വസ്തുക്കൾ വരെ നശിച്ചുപോയി. നേരം വെളുത്തു. അഖിൽ തന്റെ കട തുറക്കാനായി വന്നു. അവൻ നോക്കിയപ്പോൾ അവന്റെ കട മൊത്തം കത്തിക്കരിഞ്ഞിരുന്നു. ചേട്ടാ ചേട്ടാ, ഇതാരെങ്ങനെ ചെയ്തത്? അയ്യോ എന്റെ ദൈവമേ, ഇതാരെങ്ങനെ ചെയ്തത്? എന്റെ കട ഇല്ല, ഞാനിപ്പോ എന്ത് ചെയ്യും? എന്റെ അച്ഛന്റെ അവസാനത്തുള്ള അടയാളം ഈ കട മാത്രല്ലേ ഉള്ളൂ. ഇല്ല ഇല്ല. അഖിൽ ഏങ്ങി ഏങ്ങി കരഞ്ഞു. ആ സമയത്താണ് ജോസഫ് അവിടേക്ക് വന്നത്.
എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഓ എന്തു പറ്റി ചേട്ടാ, നിങ്ങളുടെ കടയ്ക്ക് എന്ത് സംഭവിച്ചു? തീർച്ചയായിട്ടും ഇത് അവർ തന്നെയായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. അവരാണ് ഇന്നലെ രാത്രി എൻ്റെ തലയ്ക്ക് അടിച്ചിട്ട് എൻ്റെ വാളറ്റും പിന്നെ എൻ്റെ വാച്ചും അവർ മോഷ്ടിച്ചു. ചേട്ടാ എന്ത് സംഭവിച്ചു? ഇന്നലെ രാത്രി എൻ്റെ വീട്ടിലേക്ക് പോവുമായിരുന്നു. ആരോ എൻ്റെ വാളറ്റും പിന്നെ എൻ്റെ വാച്ചും മോഷ്ടിച്ചിട്ടുണ്ട്. അതിൽ കുറേ പണവും പിന്നെ എൻ്റെ പാസ്പോർട്ടും എല്ലാ കാര്യങ്ങളും ഉണ്ടായിരുന്നു. എൻ്റെ പാസ്പോർട്ട് ഇല്ലാതെ എനിക്ക് എൻ്റെ നാട്ടിൽ തിരിച്ചു പോകാൻ പറ്റില്ല. എൻ്റെ കടയോ ആരോ ഇന്നലെ എരിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ആ ചേട്ടൻ എൻ്റെ പണി തന്നെയായിരിക്കും. ജോസഫ്, എൻ്റെ കൂടെ വരും നിങ്ങൾ. അഖിൽ ജോസഫിനെ വിളിച്ചുകൊണ്ട് ജോലു പിന്നെ ബോലുവിന്റെ കടയിലേക്ക് ചെന്നു. എന്നിട്ട് അവരോട് പറഞ്ഞു, തീർച്ചയായിട്ടും നിങ്ങളായിരിക്കും തീ വെച്ചിട്ടുണ്ടാവുക. എന്ത് തീ? ഏത് തീ? ഞങ്ങൾ എവിടെയും പോയിട്ട് തീയൊന്നും വെച്ചിട്ടില്ല. അഖിൽ, ദേ നോക്കൂ, അയാൾ കെട്ടിയിരിക്കുന്നത് എൻ്റെ വാച്ച് തന്നെയാണ്. ജോലു തന്റെ കൈകളിൽ ആ സ്വർണ്ണ വാച്ച് ഇട്ടിരുന്നു. അങ്ങനെ വെച്ചാൽ ജോസഫിന്റെ അടുത്ത് നിന്ന് വാച്ച് നീയല്ലേ മോഷ്ടിച്ചത്? താ ആ വാച്ച് വീണ്ടും തന്നേക്ക്. എന്ത് വാച്ച്? ഏത് വാച്ച്? ഈ വാച്ച് എൻ്റെ അച്ഛനാണ് എനിക്ക് തന്നിരിക്കുന്നത്. ഈ സാഹിബിന് വേണ്ടി നീ എന്തിനാ സംസാരിക്കുന്നത്? നിന്റെ കട കത്തിയതിന് ശേഷം നീ ഇയാൾക്ക് എന്താ വക്കീലായിട്ട് മാറിയിട്ടുണ്ടോ? ഞാൻ തീനെ പറ്റി മാത്രമല്ല സംസാരിച്ചത്. പക്ഷേ എൻ്റെ കടയിലാണ് തീ കത്തിയതെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടേ ഇല്ലല്ലോ. എനിക്ക് നന്നായിട്ട് അറിയാം നിങ്ങൾ രണ്ടുപേരാണ് എൻ്റെ കടയ്ക്ക് തീ വെച്ചിരിക്കുന്നത്. പക്ഷേ ഇപ്പം ഞാൻ നോക്കിക്കോളാം നിങ്ങൾ രണ്ടുപേർക്ക് എങ്ങനെയാ ശിക്ഷ തരേണ്ടതെന്ന്. ഇങ്ങനെ പറഞ്ഞിട്ട് അഖിലും ജോസഫും ആ സ്ഥലത്തു നിന്നും പോയി. അഖിൽ ജോസഫിനെ തന്റെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. എന്നിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ അമേരിക്കയിൽ വളരെ നല്ല സാധനം എന്താ കിട്ടുക? അമേരിക്കയിൽ വളരെ നല്ല സാധനം പറഞ്ഞാൽ ഐസ്ക്രീമാണ് കിട്ടുക. പിന്നെ എനിക്കും ഐസ്ക്രീം എങ്ങനെ ഉണ്ടാക്കേണ്ടെന്ന് അറിയാം. അടിപൊളി, ഇത് തന്നെയാണ് ഞാനും കരുതിയത്. എൻ്റെ അച്ഛൻ എനിക്ക് വേണ്ടി ഒരു ലെറ്റർ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ ഐസ്ക്രീമിന്റെ കൂടെ ചേർത്ത് ദബേലി എങ്ങനെ ഉണ്ടാക്കേണ്ടതെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഐസ്ക്രീം ഉണ്ടാക്കാൻ അറിയില്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ആ ദാബേലിയിൽ എങ്ങനെ ഐസ്ക്രീം ഉണ്ടാക്കുന്നത് എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ നിന്നെ സഹായിക്കാം അഖിൽ. അടുത്ത ദിവസം നേരം വെളുത്തു. അഖിൽ ഒരു തള്ളുവണ്ടി കട കൊണ്ടുവന്നു. ആ തള്ളുവണ്ടി കടയിൽ എഴുതിയിരുന്നു ഐസ്ക്രീം ദാവേലി. അത് വായിച്ചിട്ട് ഒരു അമ്മ ആ കടയിലേക്ക് വന്നു. എന്താ ഇത്? ഐസ്ക്രീം ദാവേലിയോ? ഇങ്ങനെ ഒരു ഭക്ഷണം ഞാൻ ഇതിനു മുമ്പേ കേട്ടിട്ടേ ഇല്ല. കഴിച്ചു തന്നെ നോക്കൂ. ഈ ഭക്ഷണം കേൾക്കാൻ മാത്രമല്ല, കഴിക്കാൻ നല്ല രുചിയുണ്ടാവും. അതെ, ഇത് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ മറക്കില്ല. നേരാണോ? എങ്കിൽ എനിക്കും ഒരു പ്ലേറ്റ് തരൂ. ശരി, ദേ ഇപ്പൊ തന്നെ തരാം. ഒരു ദാബേലി എടുത്ത് ജോസഫ് ചൂടാക്കി. എന്നിട്ട് ജോസഫ് ചെയ്ത ഐസ്ക്രീം ആ ദാബേലിയിൽ ചേർത്തു. എന്നിട്ട് ഐസ്ക്രീം ദാബേലി അഖിൽ അമ്മയുടെ കയ്യിൽ നൽകി. ആ അമ്മ ആ വ്യത്യസ്തമായ ദാബേലി കഴിച്ചതും തന്നെ അവർ പറഞ്ഞു, എന്റെ ദൈവമേ, എന്തൊരു രുചിയാണിതിന്. ഞാൻ ഇതുവരെ ഇതുപോലെ ദാബേലിയും കഴിച്ചിട്ടില്ല, ഐസ്ക്രീമും കഴിച്ചിട്ടില്ല. എന്തൊരു രുചിയാണിതിന്. നിങ്ങളൊരു കാര്യം ചെയ്യൂ, എനിക്ക് 10 എണ്ണം കൂടി തരൂ. ഞാൻ എന്റെ വീട്ടിൽ കൊണ്ടുപോയി എല്ലാവർക്കും കൊടുക്കും, 2 എണ്ണം വെച്ച്. ശരി, ഇപ്പൊ തന്നെ പാക്ക് ചെയ്ത് തരാം. അഖിൽ 10 ഐസ്ക്രീം ദാബേലി പാക്ക് ചെയ്ത് ആ അമ്മയുടെ കയ്യിൽ നൽകി. കുറച്ചു ദിവസത്തിനകം ആ ഐസ്ക്രീം ദാബേലി ആ ഗ്രാമം മൊത്തം പ്രബലമായി. അഖിലിന്റെ പഴയ ദാബേലി കടയേക്കാളും കൂടുതലായി. പിന്നെ ഇക്കാര്യം വീണ്ടും ജോലുവിനും ബോലുവിനും താങ്ങാനായില്ല. അവന്റെ കടയ്ക്ക് നമ്മൾ തീ വെച്ചിട്ടുണ്ട്. പക്ഷേ അവനാണെങ്കിൽ ഒരു പുതിയ വ്യാപാരം തുടങ്ങിയിട്ടുണ്ടല്ലോ. വ്യാപാരം വളരെ കുറവായിട്ടെന്ന് വിചാരിച്ചു. ഇപ്പോഴാണെങ്കിൽ നമ്മുടെ കട തന്നെ പൂട്ടേണ്ടി വരും തോന്നുന്നല്ലോ. എന്ത് ചെയ്യും? ഇല്ല, വീണ്ടും അവന്റെ കട നമ്മൾ എന്തായാലും എരിച്ചേ പറ്റുള്ളൂ. പക്ഷെ ഇപ്പോഴവന്റെ വീടും ചേർത്ത് നമ്മൾ എരിച്ചേക്കണം. അഖിൽ അവന്റെ വണ്ടി കട വീടിനോട് ചേർത്താണ് വെച്ചിരിക്കുന്നത്. അത് രണ്ടും നമ്മൾ ഒന്നായിട്ട് അങ്ങ് എരിച്ചേക്കാം. അങ്ങനെ കത്തിക്കുമ്പോഴേ അവന്റെ വീട്ടിലുള്ള പണവും എല്ലാം കത്തിപ്പോകും. പക്ഷേ വീട്ടില് അഖിലും ഉണ്ടാവില്ലേ? നീയല്ലേ പറഞ്ഞത് തെറ്റായിട്ടുള്ള ജോലി ചെയ്യാൻ വന്നാൽ അത് ശരിയായിട്ട് ചെയ്യണമെന്ന്. പറഞ്ഞത് ശരിയാണ്. ആ അഖിൽ ഉണ്ടായാലല്ലേ നമ്മുടെ വ്യാപാരത്തിന് പ്രശ്നം ഉണ്ടാവുക. വീണ്ടും അന്ന് രാത്രിയായി. പിന്നെ ഇത്തവണ രണ്ടുപേരും ഒന്നിച്ചു വന്നു അഖിലിന്റെ വീട്ടിലേക്ക്. പക്ഷേ അവർ അദ്ദേഹത്തിന്റെ വീടിന്റെ തൊട്ടടുത്തെത്തിയതും തന്നെ അവിടെ ഒരു പട്ടി കുരയ്ക്കാൻ തുടങ്ങി. ഓടിപ്പോയ്ക്കോ, നീ ആ അഖിലിനെ വിണിപ്പിക്കല്ലോ. നിക്ക്, ഞാനൊരു കാര്യം ചെയ്യാം. ജോലു കമ്പെടുത്ത് പട്ടിയെ പേടിപ്പിച്ചു. പട്ടി ആ കമ്പ് കണ്ടതും പേടിച്ച് അവിടെ നിന്നും ഓടി. പിന്നെ ജോലു ആരും അറിയാതെ വീടിന് ചുറ്റും പെട്രോൾ ഒഴിച്ചു. എന്നിട്ട് അവരുടെ കടയിലും പെട്രോൾ ഒഴിച്ചു.
ചേട്ടാ ഒരു പ്രാവശ്യം ഒന്ന് ആലോചിച്ച് നോക്ക്. ഇതിന്റെ ഉള്ളിൽ അഖിൽ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഒരു പ്രാവശ്യം ഞാൻ തീരുമാനിച്ചാലേ എന്റെ വാക്ക് ഞാൻ തന്നെ കേൾക്കില്ല. മനസ്സിലായോ ജോലു? ഇതില് പാവം കിട്ടിയാലേ നമ്മള് രണ്ടുപേർക്ക് എന്നെ കിട്ടിയേക്കും. ബോലു മാച്ചസ് കത്തിച്ചതും തന്നെ പുറകിൽ നിന്നും അഖിലിന്റെ ശബ്ദം കേട്ടു. കത്തിച്ചോ കത്തിച്ചോ, നന്നായിട്ട് തീ കത്തിച്ചേക്ക്. അവർ പുറകിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ അഖിലും ജോസഫും ഇൻസ്പെക്ടർ സുമനോടൊപ്പം അവിടെ നിൽപ്പുണ്ടായിരുന്നു. അഖിൽ, ഇൻസ്പെക്ടർ മാഡം, നിങ്ങളോ? മാഡം, ഇതിനും എനിക്കും ഒരു സംബന്ധം ഇല്ലട്ടോ. നിങ്ങൾ രണ്ടുപേരും ഒരു നായ കുരച്ചിട്ടുണ്ടായിരുന്നില്ലേ? അത് ഞങ്ങളാണ് അവിടെ അങ്ങ് ഇരുത്തിപ്പിച്ചത്. നിങ്ങൾ ആ നായിനെ പുറത്തെത്തിയതിനു ശേഷം നിങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് തീ വെക്കാൻ പോവാന്ന് ഞങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായിട്ടുണ്ട്. പിന്നെ എന്താ, ഞങ്ങളുടെ വീട്ടിന്റെ പുറകിലേക്ക് കഥവിലേക്ക് പോയിട്ട് പാട്രോളിംഗ് ചെയ്തുകൊണ്ടിരുന്ന ഇൻസ്പെക്ടർ മാഡത്തിനെ ഞങ്ങൾ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുവരുത്തി. ബോലുവിനും ജോലുവിനും ജയിൽ ശിക്ഷ ലഭിച്ചു. പിന്നെ ജോസഫിന് അദ്ദേഹത്തിന്റെ പാസ്പോർട്ട് ലഭിച്ചു. അതിനുശേഷം അഖിലിന്റെ ദാബേലി കട വളരെ നന്നായി ഓടാൻ തുടങ്ങി.